എന്താ സാറേ ഈ ഓന്തിന് മൂക്കിപ്പൊടി കൊടുത്ത പോലെ എന്റെ മുറ്റത്തൊരു തെരച്ചില്? ആ സമയത്ത് ഏതാ ഇവിടെ ഒരു വണ്ടി ചുറ്റിക്കിറങ്ങുന്ന പോയത്? എന്റെ സാറേ, ഞാനൊരു പൊതുപ്രവർത്തകനാ, അതും ഭരിക്കുന്ന പാർട്ടിയുടെ ആളാ. എന്നെ കാണാൻ ചിലപ്പോ മുഖ്യമന്ത്രി വരെ വന്നിരിക്കും. സാറ് പുതിയ ആളായതുകൊണ്ടാ. കുറെ പട്ടാളക്കാർ ഇവിടെ കുറ്റി മറിച്ച് വന്നെന്ന് വെച്ച് മനുഷ്യനെ തൂറാൻ വരെ വിടില്ലെന്ന് വെച്ചാ. മോനെ പൊതുപ്രവർത്തക, നാട്ടുകാർ നിനക്ക് ഓമനിച്ചെന്ന ഈ നേതാവ് പട്ടമുണ്ടല്ലോ, അത് ഞാനങ്ങ് മാറ്റും. മുഖവണം ചിലക്കുന്ന ഈ നാവുണ്ടല്ലോ, അതിന് നീളം കുറയ്ക്കുകയും ചെയ്യും. കാണോ നിനക്ക്? എന്താ എന്താ സാറേ പ്രശ്നം? അറിഞ്ഞാ നിങ്ങൾ തീർക്കോ? എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ, നിങ്ങളുടെ എല്ലാം സംരക്ഷണത്തിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സംശയമുള്ളിടത്ത് കയറും, പരിശോധിക്കും. എല്ലാവരും സഹകരിക്കണം, സഹകരിച്ചേ പറ്റൂ. അത് ഞങ്ങളുടെ കാലത്തും അങ്ങനെ തന്നെയാ. സംശയം തോന്നിയാൽ ഞങ്ങൾ എവിടെയും കയറും. അയ്യോ, ഇതിനകത്ത് ആളുണ്ടായിരുന്നു. അയ്യോ, മുഖം കാണാനില്ല. ഓഹോ, ഒരു കാര്യം ചെയ്യ്, മുട്ടിന് താഴെ വെടിവെക്ക്. അയ്യോ, വെടിവെക്കല്ലേ, ഞാൻ പൊക്കിത്തരാം. ഞാൻ കള്ളം ഭാസ്കരനാണ്. നിങ്ങൾ എല്ലാവരും വന്നിട്ടൊരു തീരുമാനമാകാമെന്ന് വെച്ചാ വിളിപ്പിച്ചത്. ഇവൻ ഇന്നലെ ഇവിടെ മോട്ടിക്കാൻ കഴിയും. ഞങ്ങളുടെ ഒരു രീതി വെച്ച് ഇങ്ങനെ ഒരുത്തൻ ജീവനോടെ മടങ്ങാറില്ല. പിന്നെ ഇത് നിങ്ങളുടെ നാട്ടുകാരൻ, നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുക. വർത്താനം പറഞ്ഞോണ്ട് നിൽക്കാതെ കെട്ടഴിച്ച് ഇവിടെ പ്രസിഡന്റ്. നീ പണിയൊക്കെ നിർത്തിയെന്ന് പറഞ്ഞിട്ടിപ്പോ പഞ്ചായത്തിന് മാനം കെടുത്താനായിട്ട്. ഞാൻ നിർത്തിയതാ. പട്ടാളത്തിന് പോലീസിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കാൻ ക്യാമ്പിൽ നിന്ന് വിലപിടിപ്പുള്ള എന്തെങ്കിലും കട്ടോണ്ട് വരാൻ ഗബ്ബാർ സാറും പിലാക്കണ്ടിയും കൂടെ പറഞ്ഞു വിട്ടതാ. ഇത് ഇവന്റെ നാവിൽ നിന്ന് തന്നെ നിങ്ങൾ കേൾക്കണം. അതിനുവേണ്ടി എല്ലാരും വിളിപ്പിച്ചത്. ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. ഇവനെ മാത്രം തട്ടിയാ പോരാ, ആദ്യം തട്ടേണ്ടത് ആ ഗബ്ബാറിനെയാ. പട്ടാളം ഇവിടെ ഉള്ളപ്പോ പിന്നെ എന്തിനാ ഒരു പോലീസ് സ്റ്റേഷൻ? എന്നാലും പട്ടാള ക്യാമ്പ് തന്നെ കയറിയ ധൈര്യം സമ്മതിക്കണം. ചന്ദനത്തിന് അത്രേ ഉള്ളൂ. എന്തൊക്കെയുണ്ട് സാറേ വിശേഷം? അല്ല, ഇതാരാ? കൂട്ടുകാരന്റെ ഭാര്യ. കൂട്ടുകാരന്റെ ഭാര്യ? ആ, ഒരു കൂട്ടുകാരന്റെ ഭാര്യക്ക് മറ്റൊരു കൂട്ടുകാരനൊപ്പം യാത്ര ചെയ്യുന്നതിൽ എന്താ കുഴപ്പമുണ്ടോ? ഏയ്, ഒരു കുഴപ്പമില്ല. പിന്നെ സാറിന്റെ ഒരു കൂട്ടുകാരന് വളരെ ഉപചാരപൂർവ്വം ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചിരുന്നു. കിട്ടിയോ? ഇനി അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് ഇവിടെ മടിക്കണ്ട കേട്ടോ. അപ്പോ വരട്ടെ കൂട്ടുകാരാ. ഓ, എന്നെ ശരിക്കും അറിയാൻ പാടില്ലാണ്ടാണ് എന്താടി നിന്റെ മുഖത്ത് കടന്തലൂത്തിരിക്കുന്നത്? എന്നാലും നിങ്ങൾ എന്നെ കൂട്ടുകാരന്റെ ഭാര്യയാക്കിയില്ലേ, അപ്പൊ നിങ്ങൾ വേറെയും പെണ്ണുങ്ങളോട് പോകാറുണ്ടല്ലേ? ഓ, എനിക്ക് ചൊറിഞ്ഞേര് പറഞ്ഞിട്ടുണ്ട്. എടി, അതാ പട്ടാളമേതനാണ്. എന്നോടുള്ള ദേഷ്യത്തിന് നീ എന്റെ ഭാര്യയാണെന്ന് അറിഞ്ഞ് അങ്ങേര് നിന്നെ പീഡിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒന്നുമല്ല, സത്യം ചെയ്യ, നിങ്ങൾ വേറെ പെണ്ണുങ്ങളോടൊപ്പം കിടന്ന് ഉറങ്ങിയിട്ടില്ലേ? ഓ എടി, നമ്മുടെ 2 മക്കളാണ് സത്യം. ഞാൻ നീ അല്ലാതെ വേറൊരു പെണ്ണിന്റെ ഒപ്പം കിടന്ന് ഉറങ്ങിയിട്ടില്ല. നിന്റെ അടുത്ത് വരുമ്പോ മാത്രമുള്ള ഉറക്കം, മറ്റുള്ളവർ ഉറങ്ങാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? എന്താ? ഒന്നുമില്ല എന്റെ ചെമ്പകം. എന്താ എന്താ ഉണ്ടായേ? അയ്യോ, പാമ്പ എവിടെ? അകത്ത്, ഉത്തരത്തില്. ഓഹോ. അയ്യോ, അകത്തേക്ക് പോണ്ട. ഏയ്, കുട്ടി പേടിക്കണ്ട. വല്ല വള്ളിയോ വയറോ തൂങ്ങി കിടക്കുന്നുണ്ട് കുട്ടിക്ക് തോന്നിയതോ? അല്ല, ഞാൻ കണ്ടതാ. ഉത്തരത്തിൽ ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് പത്തി വിടർത്തി നിൽക്കുക. ആഹാ. എവിടെ പാമ്പനെ കണ്ടത്? അവിടെ
കാണുന്നില്ലല്ലോ. ചിലപ്പോ മൂലോടിനുള്ളിൽ കയറി ഇരിപ്പുണ്ടാവും. മൂളി കയറി നോക്കാം. എന്തിനാ സാർ ഇവര് കരഞ്ഞ? അയ്യോ, ആ കുട്ടി ഒരു പാമ്പിനെ കണ്ട് കരഞ്ഞതാ. അകത്തേ നോക്കിയപ്പോ കാണാനില്ല. ചിലപ്പോ മുകളിൽ എവിടെയെങ്കിലും കയറി ഇരിപ്പുണ്ടാവും. താൻ ഒരു കാര്യം ചെയ്യും, പോയ റാപ്പിളിംഗ് ഡ്രോപ്പ് എടുത്തുണ്ടോ? ഓക്കെ സാർ. കുട്ടി പേടിക്കണ്ട. അങ്ങനെ ഒരു പാമ്പ് ഇതിന്റെ മുകളിലുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ പിടിച്ചിരിക്കും. കേട്ടോ? ഞാൻ കയറിയപ്പോരെ സാർ? വേണ്ട, ഞാൻ തന്നെ കയറിക്കോളാം. സൂക്ഷിക്കണേ. കുട്ടി ഭയപ്പെടണ്ട. ഇതൊക്കെ ഞങ്ങൾക്ക് വളരെ ഈസി അല്ലേ? അല്ല സാറ് സാറ് താഴെ ഇറക്കണോ? ഒന്നും പറ്റിയില്ലോ സാർ. ഓക്കെ ഓക്കെ, റെഡി സാർ. റെഡി സാർ. 1 2 പുൾ. ബാലൻസ്. റെഡി സാർ. ഹോൾഡ്. ലെഫ്റ്റ് സ്വിംഗ്. ഇങ്ങേർക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഒരു ഏണി വെച്ച് കയറിയാ മതി. മിണ്ടായിട്ടാ. Full swing. Yes, right. Ready to land? Yes, I am going to land. Landing. Right. അതവിടെ ഇരുന്നോട്ടെ സാർ. അതൊന്നും കുഴപ്പമില്ല. കിട്ടി കിട്ടി. ഇതൊക്കെ ഞങ്ങൾക്ക് ട്രെയിനിങ് സാധാരണയല്ലേ? അതെ അതെ. കാലൊന്ന് സ്ലിപ്പ് ചെയ്തു. ഓട് കുറച്ച് പഴയതാണല്ലേ? വല്ല കാര്യം ഉണ്ടായിരുന്നു? സത്യം പറ. അണ്ണൻ ആ പെണ്ണിന്റെ മുമ്പിൽ ആളാൻ വേണ്ടിട്ടല്ലേ കയറിയത്? മതി തിരുമ. വേണമെങ്കല്ലേ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. എന്താ ഈടെയായിട്ടൊരു ഇളക്കം? എന്തിളക്കം? ക്യാമ്പിലെ പിള്ളേരൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മോദി പോ. അപ്പൊ എന്റെ കോട്ട കോട്ടക്കോ പോടാ പോടാ. ആഹാ, നാളെ തിരുമാമട്ട് എന്നെ വിളിക്കേ, ഞാൻ ഉണ്ടാക്കി തരാം. പിന്നെ പരമശിവനല്ലേ പാമ്പിനെ പിടിക്കാൻ. പുലർമഴയിൽ ആർദ്രമാ ഹൃദയവുമായി ആദ്യമായി നിൻ മനസ്സിൻ ജാലകം തിരയുകയായി പ്രണയമൊരു തീനാളം അലിയു നീയാവോളം പ്രണയമൊരു തീനാളം അലിയു നീയാവോളം പീലി വിടരും നീലമുകിലെ ആരുരാ പുലർമഴയിൽ ആർദ്രമാ ഹൃദയവുമായി ആദ്യമായി നിൻ മനസ്സിൻ ജാലകം തിരയുകയായി
ആദ്യമായി നിൻ മനസ്സിൻ ജാലകം തിരയുകയായി ചാർത്തും പൂണോലു പോലെന്നെ പുണരുന്നു നിൻ തളിർമയിലെ കുളിർമുല്ലകൾ കുങ്കുമം കുതിർന്നു നിൻ ചുണ്ടിലെ ഇളം കൂമ്പിൽ പുലർമഴയിൽ ആർദ്രമാ ഹൃദയവുമായി ആദ്യമായി നിൻ മനസ്സിൻ ജാലകം തിരയുകയായി പ്രണയമൊരു തീനാളം അലിയു നീയാവോളം പട്ടാളം ഇറങ്ങി വേടാ എന്റെ വീടിന്റെ മോന്തായം തറത്തിട്ട് ഇവിടുന്ന് സൂയിക്ക് വേണോടാ ഇറങ്ങി വേടാ പോയി ഡ്യൂട്ടി കയറോ ഇല്ലെങ്കിൽ സസ്പെൻഷൻ കിട്ടും രാത്രി ഇവിടെ കിടന്ന് ബഹളം വെച്ചാണ്ടല്ലോ ഓ വേളം വെച്ചാ നീ എന്നെ അങ്ങ് ഓലത്തും ആളില്ലാത്ത നേരം നോക്കി എന്റെ വീടിന്റെ മോന്തായത്തെ കയറി എന്ത് തോന്നിയ ദിവസം കാണിക്കാം അല്ലടാ പന്നകളെ ഇപ്പൊ കിട്ടുന്നത് എനിക്ക് പൊട്ടിയ ഓടിച്ച കാശ് തമ്പുരാൻ എഴുന്നള്ള എന്ത് എത്ര വൈകിയത് പോയിട്ട് പിന്നെ വാടോ കുമാരനെ കളിപിടിപ്പിക്കരുത് എന്റെ വീടിന്റെ കാശൊന്നുമില്ല എന്റെ ശവം എടുക്കൊണ്ടിരുന്നു പിന്നെ സാർ അയാളെ ഇങ്ങോട്ട് വിട്ടേക്ക് സാർ മുഴുവൻ പണം ഇപ്പൊ തന്നെ വേണോ അതോ ഇപ്പൊ കിട്ടണം ഇല്ലേ കളി പഠിപ്പിക്കും കുമാരൻ എന്താ പറഞ്ഞേക്കാം ഇത്രയും മതിയോ അതോ ഇനിയും വേണോ മതി എന്നാ പോയി ശരി സാർ കിട്ടിയാ കിട്ടി പലിശ സഹിതം കിട്ടി ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടോ പട്ടാളക്കാർക്ക്? അതെന്താ പട്ടാളക്കാരും മനുഷ്യർ തന്നെയാ. ഇന്ന് വ്രതം തുടങ്ങുക. നാട്ടിലെത്തിയാൽ ഉടനെ മല ചവിട്ടിച്ചോളാം അമ്മ നേർന്നതാ. ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഞാൻ ഉഴപ്പുകായിരുന്നു. ഇനിയിപ്പോ അത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അതേതായാലും നന്നായി. അത് അമ്മയുടെ സ്വഭാവം അറിയാഞ്ഞിട്ടാ. ഇത് കഴിഞ്ഞാൽ ഉടനെ അമ്മ അടുത്ത ഡിമാൻഡുമായിട്ട് രംഗത്ത് വരും. എന്റെ കല്യാണേ മലയ്ക്ക് പോയിട്ട് വന്ന അത് നടക്കുന്ന അമ്മയുടെ വിചാരം. എന്നാ ഞാൻ ചെല്ലട്ടെ. ആയിക്കോട്ടെ. ഏത് ദുഷ്ടമാരെ ഈ ചതി ചെയ്തത്? നഞ്ചു കലക്കി മീൻ പിടിക്കാൻ വരുന്നവരെ രാത്രി കാവൽ കിടന്ന് വെടി വെച്ച് കൊല്ലണം. അതാ വേണ്ടേ. എന്നാലും കൃഷ്ണപുരത്തേക്ക് പമ്പ് ചെയ്യണ കുടിവെള്ളത്തിൽ തന്നെ വേണം ഇവറ്റകൾക്ക് ഈ ക്രൂരത ചെയ്യാൻ. ഭഗവതി, നീ ഒന്നും കാണുന്നില്ലേ? ആ ഗുളികം പണിക്കർ അന്നേ പറഞ്ഞതാ ഇങ്ങനത്തെ ദുർനിമിത്തങ്ങൾ ഉണ്ടാകുന്നു. പരിഹാരം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇതുകൊണ്ടും തീരില്ല. ഇത് മീന് പിടിക്കാൻ വേണ്ടി ആരോ എന്തോ ചെയ്തു എന്നല്ല നിങ്ങൾ കരുതും പോലെ ഒന്നല്ല.
കൃഷ്ണപുരത്തേക്ക് ഈ പുഴയെന്നാ വെള്ളം എടുക്കണമെന്ന് അവര് ചിന്തിച്ചിട്ടുണ്ടാവില്ല. കൃഷ്ണപുരത്തെ കാര്യം മാത്രമല്ലല്ലോ, ഇവിടെ പല വീടുകളിലേക്കും ഈ പുഴയിലെ വെള്ളം തന്നെ കിട്ടുന്നത്. സാറ് വന്ന് നന്നായി. ഇത് കണ്ടില്ലേ, ആരോ വിഷം കളഞ്ഞിരിക്കാം മീൻ പിടിക്കാൻ.